കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് കയറി ചെന്നു. പ്രതിരോധ വകുപ്പ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള കടൽ പോലത്തെ സ്ഥലമാണ് പ്രതിരോധ വകുപ്പ്. അതും ഇപ്പൊ പുതിയ ബിൽഡിങ്ങിലേക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ, കർത്തവ്യ പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് കയറിയതാ. അപ്പൊ ഡിഫൻസ് സെക്രട്ടറി തലയിൽ മുണ്ടിട്ടിരിക്കുന്നു. ഇതോ ഇതെന്ത് വേഷം, എന്താ ഇത് സംഭവം? അയാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, സാറേ തല പുറത്ത് കാണിക്കാൻ മേല. ആ, എന്തു പറ്റി? വാ താൻ വാ എന്ന് പറഞ്ഞ് ക്യാബിനകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി മുണ്ടൊക്കെ തലേന്ന് മാറ്റിടുക. എന്തൊരു അപലക്ഷണം, എന്താ തനിക്ക് പറ്റിയത്? അപ്പം അയാൾ പറഞ്ഞു, സാർ നമ്മൾ വലിയ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയില്ലേ? ആ, നടത്തി. അതിൽ നൂർഖാൻ ബേസ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിനടുത്ത് അവിടെ ആറ്റം ബോംബൊക്കെ ഉണ്ടെന്നാണ് കേൾവി. അത് കൃത്യമായിട്ട് നമ്മുടെ പട്ടാളക്കാർക്കേ അറിയാവുള്ളൂ. അവർ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ഏതായാലും അവിടെ എന്തോ ഉണ്ട്. നമ്മൾ അതിഭീകരമായിട്ട് നമ്മളുടെ ബ്രഹ്മോസ് മിസൈലൊക്കെ വിമാനം കൊണ്ടുപോയി 300 കിലോമീറ്റർ ദൂരത്തേക്ക് ബ്രഹ്മോസ് മിസൈൽ പായിച്ച് കിളച്ച് മറിച്ച് പണ്ടാറടക്കി അവൻ്റെ ആറ്റം ബോംബ് പൊട്ടിയില്ല എന്നായി കഴിഞ്ഞിട്ട് വെച്ചാണ് നമ്മൾ നിർത്തുന്നത്. ആകെ കൂടെ പ്രശ്നമാകുന്നത് അമേരിക്ക ഇളകി മറിഞ്ഞ് ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് തുള്ളിയതും ഒക്കെ ആ സമയത്താണ്. സാറിന് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഇപ്പം എന്ത് പറ്റി? താൻ ഈ തലയിൽ മുണ്ടിട്ട കാര്യം എന്താന്ന് പറയാം. ആ നൂർഖാൻ ബേസ് പാകിസ്ഥാൻ രണ്ടാമത് ഉണ്ടാക്കാൻ തുടങ്ങി. കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മെല്ലെ പണിയൊക്കെ തുടങ്ങി. അവിടെ അഫ്ഗാനിസ്ഥാൻ അവരുടെ ഡ്രോൺ അയച്ചിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഡ്രോൺ, അത് നമ്മുടെ ബ്രഹ്മോസിൻ്റെ വില എത്രയെന്നറിയാമോ? അവരുടെ ഡ്രോണിൻ്റെ വില എത്രയെന്നറിയാമോ? അത് ആളും വേണ്ട, വിമാനവും വേണ്ട, ഒന്നും വേണ്ട. വിമാനവും മിസൈലും ഒക്കെ ഡ്രോൺ തന്നെയാണ്. അത് പോയിട്ട് ആദ്യം ഇവൻ്റെ തലയ്ക്കങ്ങ് വീഴും, പൊട്ടിച്ചെറി. അതോടെ ഇവൻ്റെ കഥ കഴിയും. ഇവൻ്റെ കോൺക്രീറ്റ് കെട്ടിയതൊക്കെ പൊളിഞ്ഞു പോകും. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ചുളുവിന് ഈ നൂർഖാൻ നശിപ്പിച്ചു. അപ്പം പിന്നെ നമ്മൾ ചെയ്ത് മണ്ടത്തരമായി പോയില്ലേ? ഞാനെങ്ങനെ പുറത്ത് തല കാണിക്കും? ഞാനതുകൊണ്ടൊരു മുണ്ട് മേടിച്ചു, തലയിലിട്ടുകൊണ്ടാണ് 2-3 ദിവസമായി എൻ്റെ നടപ്പ്. ഇതിന് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മോദി ഉടനെ ബാക്കിയുള്ളവരൊക്കെ മീറ്റിംഗ് വിളിച്ച് ഇതെന്താ പരിപാടി? നമ്മൾ ഇത്രയും വലിയ ഓപ്പറേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡ്രോൺ അയച്ചാൽ മതിയായിരുന്നു. അപ്പം പട്ടാള മേധാവി പറഞ്ഞു, ഇതൊക്കെ വെറുതെ നിങ്ങൾ തലയിൽ മുണ്ടൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതൊക്കെ ഈ യുദ്ധത്തെ പറ്റിയോ ആയുധങ്ങളെ പറ്റിയോ വിവരമില്ലാഞ്ഞിട്ടാണ്. നമ്മൾ അവൻ്റെ നൂർഖാൻ നട്ടെല്ലൊടിച്ചിട്ടിരിക്കുകയാണ്. നട്ടെല്ലൊടിഞ്ഞ് കിടക്കുന്ന കക്ഷി എണീക്കാനായിട്ട് മരണപരാക്രമം നടത്തും. പിന്നെ അവൻ്റെ നട്ടെല്ലൊടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു വേലിപ്പത്തിൽ കൊണ്ട് 2 അടി അടിച്ചാൽ മതി, അവൻ പിന്നെയും കിടപ്പിലാണ്. ഇതാണ് അഫ്ഗാനിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പാകിസ്ഥാൻ റിപ്പയറിങ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ കോൺക്രീറ്റ് ഒക്കെ ഇടുന്നു. കോൺക്രീറ്റ് മിക്സറിന് ഡീസൽ വേണം. ആ ഡീസൽ പാകിസ്ഥാൻ്റെ ഇല്ല. ഡീസൽ വരാനായിട്ട് ഇവർ കാത്തിരുന്ന് കുറേ നേരം കഴിയുമ്പോൾ പണിക്കാരവരുടെ പാട്ടിന് പോയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പണിക്ക് ആളെ കിട്ടണില്ല. നമ്മൾ 4-5 പേരെ എങ്ങനെയെങ്കിലും ഒരു വീട് പണിയാനായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ കറണ്ട് പോകും. കുറച്ച് നേരം അവർ നിൽക്കും, പിന്നെ അവരവരുടെ പാട്ടിന് പോകും, പിന്നെ അവരെ കിട്ടില്ല. നമുക്ക് അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾക്കും എനിക്കും ഒക്കെ അനുഭവമുള്ളത്. ഒരു പണിക്ക് ആളേ ഇല്ല. അപ്പോൾ പാകിസ്ഥാനിലെ സ്ഥിതി ആലോചിച്ച് നോക്കി, അവിടെ മൈക്കാട് പണിക്ക് ആളെ കിട്ടണില്ല. ഇതാണ് സ്ഥിതി. ഒരു കണക്കിന് ആളെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് മിക്സറിൽ ഡീസലില്ല. ഡീസൽ എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇന്ന് പമ്പിൽ ഡീസൽ വന്നിട്ടേ ഇല്ല. ഡീസൽ വന്നുകൊണ്ടിരുന്ന ടാങ്കർ ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയി. എന്ത് ചെയ്യും? ടാങ്കർ വഴിയിൽ വെച്ച് ഹൈജാക്ക് ചെയ്ത്, അവർ ട്രെയിനൊക്കെ ചെയ്യുന്ന കക്ഷികളാണ്. അപ്പം പിന്നെ ടാങ്കർ വെച്ചേക്കുമോ? ടാങ്കർ അവന്മാരടിച്ചുകൊണ്ട് പോയി. ഇവിടെ ഒഴിക്കാൻ എണ്ണയില്ലാത്തതുകൊണ്ട് മിക്സർ ചലിക്കുന്നില്ല. മിക്സർ ചലിക്കാത്തതുകൊണ്ട് കോൺക്രീറ്റ് ഉണ്ടാകുന്നില്ല. കോൺക്രീറ്റ് ഉണ്ടായാൽ തന്നെ അത് നിരത്താനുള്ള പണിക്കാരില്ല. കൂടെ പാകിസ്ഥാൻ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അഫ്ഗാനിസ്ഥാൻ കയറിയിട്ട്
ഒരു ഡ്രോൺ 2-3 ഡ്രോണും കഴിച്ചു. അതും കൂടി പൊട്ടി തല വീണ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർ 4 പാട് ഓടി. ഇതാണ് സംഭവം. അപ്പം നേരെ അഫ്ഗാനിസ്ഥാനെ വിളിച്ചു. എടോ, നിങ്ങൾ എന്ത് പരിപാടി അവിടെ കാണിച്ചത്? ചേട്ടാ, ചില മൈനർ പരിപാടികൾ ചേട്ടൻ അവിടെ തീർത്ത് വെച്ചിരിക്കുകയല്ലേ, അവൻ രണ്ടാമതങ്ങ് ഉണ്ടാക്കി സൂഹിക്കേണ്ട. ഇപ്പം ഈ കോൺക്രീറ്റ് ഇട്ട് അത് സെറ്റാവുന്നതിന് മുമ്പാണെങ്കിൽ പൊളിക്കാൻ എളുപ്പമാണ്, ഡ്രോൺ വെച്ച് പൊളിക്കാം. പക്ഷേ സെറ്റായി കഴിഞ്ഞാൽ സംഗതി പിന്നെ ചേട്ടൻ്റെ മിസൈൽ തന്നെ വേണ്ടി വരും, ബ്രഹ്മോസ് തന്നെ വേണ്ടി വരും. അപ്പം അത് അവൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയ പണി കൊടുത്തതാണ്. പണി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊരു 10-12 സ്ഥലത്ത്, നിങ്ങൾ വായിച്ചില്ലേ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ് പാകിസ്ഥാൻ. അവർ വലിയ ടെക്നോളജി ഒന്നും ഉപയോഗിച്ചില്ല, ഡ്രോണാണ്, കൊമേർഷ്യൽ ഡ്രോൺ. നമ്മുടെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഡ്രോണില്ലേ, അതിന് ബോംബോ എന്തോ ഒക്കെ വെച്ച് അത് ഇച്ചിരി വലുതാക്കി ചാക്കുനൂലൊക്കെ കെട്ടിയിട്ട് ഇവൻ അവിടെ നിന്ന് വിടുകയാണ്. കൊണ്ടില്ലെങ്കിൽ പോട്ടെ, പോയ ഒരു ഡ്രോൺ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ പരിപാടി. അതുകൂടാതെ പാകിസ്ഥാൻ ഇപ്പോൾ വിഷമിച്ചു ആകെ. 150 പേര് മരിച്ചു. 150 പേര് മരിച്ചു എന്ന് പാകിസ്ഥാനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 10 പേര് മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണത്തിൽ മരിച്ചത്. ബാക്കി 140 പേര് വയസ്സായിട്ട് മരിച്ചതാണ്. പട്ടാളക്കാരന് വയസ്സായിട്ട് മരില്ല. എന്താണെന്നറിയാൻ പറ്റില്ല, ഞങ്ങളുടെ പട്ടാളക്കാർക്ക് പെട്ടെന്ന് വയസ്സാകും, അങ്ങനെ മരിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് കണക്കൊപ്പിച്ചാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അവിടെ എന്തൊരു ദുരിതമാണെന്നറിയാം. ചുമ്മാ 4 പാടുന്ന തല്ലുമേടിക്കുന്നു പാകിസ്ഥാനിലെ പോലീസും പട്ടാളവും. ഈ ഇറാൻ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ 3 കോടി 5 കോടിയോ മറ്റോ ഷിയ ജനസംഖ്യയുണ്ട് പാകിസ്ഥാനിൽ. ഇവനെല്ലാം കൂടെ കടന്നൽ കൂള് ഇളകിയ പോലെ ഇളകി 4 പാട് കല്ലേറും ബഹളവും. അമേരിക്കയുടെ കോൺസുലേറ്റിന് നേർക്ക് ആക്രമണം, അതിന് തീയിട്ട്, അതൊക്കെ നിങ്ങൾ TV കണ്ടു കാണുന്നില്ല. അവിടെയും വെടിവെപ്പ് 22 പേര് അവിടെ മരിച്ചു. അത് പാകിസ്ഥാൻ പോലീസിൻ്റെ വക. നിങ്ങൾ നോക്ക്, ഇസ്രായേൽ യുദ്ധത്തിൻ്റെ നടുക്കാണല്ലോ ഇസ്രായേൽ. 10 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളുടെ നേർക്ക് ഏകപ്പെട്ട മിസൈലെല്ലാം ഈ ഇറാൻ അയച്ചിട്ട് അവിടെയും മരിച്ചത് മാക്സിമം 10 പേരാണ്. പക്ഷെ പാകിസ്ഥാനിൽ പോലീസിൻ്റെ വെടിയേറ്റ് മാത്രം 22 പേര് മരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ ഗതികേടും ആലോചിച്ച് നോക്കി. 5-10 രാജ്യങ്ങൾ ചേർന്ന് 20 പേര് മരിച്ചു. ഇവിടെ ഒറ്റ രാജ്യത്ത് ഒറ്റ സ്ഥലത്ത് കറാച്ചിയിലെ കോൺസുലേറ്റിൽ മാത്രം 22 പേര്. അഫ്ഗാനിസ്ഥാൻ കൊന്ന 150 പേര്. 150 എന്ന് പറഞ്ഞാൽ 10 പിന്നെ വയസ്സായി മരിച്ച 140 ചേർത്ത് 150. ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ്റെ പോക്ക്. ഇറാനെ വല്ലാതെ പ്രശംസിച്ചു പാകിസ്ഥാൻ. ഖമനയി മരിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, അത് മഹാപോക്രത്തിനുമായി എന്ത് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ വെച്ചു, പ്രമേയമൊക്കെ പാസ്സാക്കി. കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് വിളി വന്നു, എന്താണ് അവിടെ? ഒന്നുമില്ല ചേട്ടാ. അല്ല, നീ എന്തോ പ്രമേയം പാസ്സാക്കിയെന്നും. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനൊന്ന് ക്ഷമിക്കുക, എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ ഷിയാക്കൾ കുറേ ഉണ്ട്, 1ഉം 2ഉം അല്ല, കോടികളാണ്. അവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ ഇറക്കിയ പ്രസ്താവന, ചേട്ടൻ അതിലൊരു വിഷമം തോന്നരുത്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കേട്ടോ. കണ്ടമാനമൊക്കെ കളിച്ച് എൻ്റെ സ്വഭാവം മാറും. ഞാനതൊക്കെ നോക്കിയും കണ്ടുമില്ലേ ചെയ്യുള്ളൂ, ഞാനൊന്ന് നിന്ന് പഴക്കട്ടെ ചേട്ടാ എന്നൊക്കെ പാകിസ്ഥാനോട് പറഞ്ഞു. ഇറാനോട് പറഞ്ഞു, ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെയാണ്. ഇറാൻ പറഞ്ഞു, നീ കൂടെ വേണ്ട, നീ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു പേടി. നീ കൂടെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. കാരണം ഇവൻ എപ്പോഴാണ് പാര വയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവൻ പാര വയ്ക്കുന്നതിനും കാരണമുണ്ട്. ഇറാൻ TTPക്ക് ചോറും ചെലവും കൊടുത്ത് വളർത്തുന്നത് ഇറാനാണ്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനിലെ ഷിയാക്കളെ ചേർത്തിട്ട് പാകിസ്ഥാനിട്ട് തന്നെ പാര വയ്ക്കുക. ഈ ഇറാൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. സകല രാജ്യത്തും അവർക്ക് വളർത്തുപട്ടികളുണ്ട്, ഏകദേശം എല്ലാ രാജ്യത്തും. പാകിസ്ഥാനിൽ TTP, യമനിൽ ഹൂത്തി, ഗസയിൽ ഹമാസ്, പിന്നെ ലെബനനിൽ ഹിസ്ബുള്ള, ഇങ്ങനെ പലവിധ ഗ്രൂപ്പുകൾക്ക് സ്ഥിരം കാശും ചോറും ഒക്കെ കൊടുത്തിട്ട് കള്ളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഈ തെമ്മാടികളെ മുഴുവൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ എത്രയോ കാലമായിട്ട്.
എന്നിട്ട് ചോദിച്ചാൽ പറയും ഇറാനും ഇറാന് ഭീകരവാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറാൻ നേരെ അടിക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ ഭീകരവാദിയെ കൊണ്ടുപോയിട്ട് അടുപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്നാൽ ലോകത്തുള്ള ഭീകരവാദി മുഴുവൻ ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് താൻ. അതുകൊണ്ടാണ് പലരും വിഷമിക്കുന്നത്. കടലിലൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തി മിസൈൽ വെച്ചടിക്കും, കരയിലൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ള അടിക്കും, എന്നാൽ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹമാസ് അടിക്കും. എന്ത് ചെയ്യും മനുഷ്യർ? അങ്ങനെ സൈ കേട്ടിട്ടാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ ഇവനെ തീർത്തിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങൊന്നും എത്തിയിട്ടില്ല യുദ്ധം. എന്നാലും ഞാൻ യുദ്ധത്തിൻ്റെ കാര്യം പിന്നെ നമുക്ക് ആലോചിക്കാം. പാകിസ്ഥാന് കിട്ടുന്ന അടി ഭീകരമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടി കിട്ടുന്നു. BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരടിക്കുമ്പോൾ ചൈനക്കാരെ കൂടെ ചേർത്താണ് അടിക്കുന്നത്. കാരണം അവരുടെ എന്താ, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിൻ്റെ പണിക്കായിട്ട് കുറച്ച് ചൈനക്കാരെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒറ്റ എണ്ണത്തേക്ക് ഈ BLA കൊണ്ടുപോയി തല്ലിക്കൊല്ലും. ചൈന എന്ത് ചെയ്യും? ഒരാൾ ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജ്യത്തെ കയറി ആക്രമിക്കാൻ പറ്റുമോ? ചൈന പറഞ്ഞു ഇനി ഞങ്ങൾ CPEC ആ പ്രോജക്റ്റ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാണ്, തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പറഞ്ഞു അയ്യോ അത് മരവിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്, അങ്ങനെയാണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയൊന്നും നടക്കുന്നില്ല, താൻ ഞങ്ങളുടെ അടുത്ത് കാശ് മേടിക്കുന്നതല്ലാതെ അവിടെ പണിയൊന്നും നടക്കുന്നില്ല. BLA മുഴുവൻ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങളുടെ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ കാല് പിടിച്ചും കൈയും കാലും പിടിച്ചിട്ട് എൻ്റെ പൊന്നു ചേട്ടാ ചൈന നമ്മൾ തമ്മിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞൊരു കണക്കിന് തിരിച്ച് വാങ്ങിച്ചിരിക്കുക. തന്നെ കൊണ്ടൊന്നും കൂടുതലില്ല. എടോ തനിക്ക് പാകിസ്ഥാനിൽ നിയന്ത്രണമില്ലോ ഷെഹബാസ് ഷെരീഫ്, താൻ ചുമ്മാ വായടിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന ചൂടായി. ഏതായാലും വിഷയം പുറത്തറിയാതെ ഇരുചെവി അറിയാതെ അവർ അവസാനിപ്പിച്ചു. അവർ പ്രോജക്റ്റും അവസാനിപ്പിച്ചു. ഇത് ഓപ്പൺലി അവർ അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല പ്രോജക്റ്റ് അവസാനിച്ചതായിട്ട്. പക്ഷേ പ്രോജക്റ്റിൻ്റെ പണി തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. 1-2 അല്ല 200 മില്യണോ മറ്റോ ചൈന മുടക്കി. അവർ പറഞ്ഞു ഇനി ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കാനോ ആളെ കൊല്ലാനോ ഞങ്ങളില്ല, താൻ അവിടെ ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ചൈന. സമാധാനം ഉടനെ വല്ലതും ഉണ്ടാവുമോ പാകിസ്ഥാനിൽ? ഇല്ല. ഈ നീ കോ ഞാ ചാ എന്ന് പറഞ്ഞൊരു പണ്ട് സിനിമ ഇറങ്ങിയിരുന്നല്ലോ, നിന്നെയും കൊല്ലും ഞാനും ചാകും. ഇങ്ങനെ ഉള്ള ആത്മഹത്യാ സ്ക്വാഡ് അഫ്ഗാനിസ്ഥാൻ പരസ്യമായിട്ട് പറയും 10,000-കണക്കിന് ആത്മഹത്യാ സ്ക്വാഡ് ഉണ്ടോ എൻ്റെ കയ്യിൽ, ഞാൻ ചുമ്മാ അവരെ ഇറക്കി വിട്ടാൽ മതി, നിൻ്റെ കാര്യം കട്ടപ്പുകയായി. കാരണം അവനെ തൊട്ടാൽ അവനും ചാകും, തൊട്ടവനും ചാകും. അതാണ് നീ കോ ഞാച്ച. ഈ ആൾക്കൂട്ടത്തിൽ ചെന്നിട്ട് ഇവർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഒരു 10-40 പേര് ആക്ഷേപമില്ല അത് മരിച്ചു പോകും. ഇയാളും മരിക്കും കൂടെ. മരിച്ചാൽ ഇവർക്ക് സ്വർഗം ഉറപ്പാണല്ലോ, ഷഹീദാണല്ലോ. അക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇറാനും ഒക്കെ ഒരേ അഭിപ്രായക്കാരാണ്. ചത്ത് കഴിഞ്ഞുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ട്. ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ ചൊല്ലിയാണ് അവരുടെ തർക്കം. അല്ലാതെ ചത്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം, ചാവാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ചാവുമ്പോൾ പറ്റിയാൽ ഒരു 10-150 എണ്ണത്തെ കൂടെ തട്ടിയിട്ട് വേണം ചാവാൻ. വെറുതെ ചാവരുത്. വെറുതെ ചാവാനാണെങ്കിൽ ഒന്നിളങ്ങി അത് നിന്നിട്ട് അതിന് ചത്തുപോയാൽ മതി. പക്ഷെ അത് പറ്റില്ല, കുറച്ച് പേരെ കൊല്ലണം. അപ്പം നമ്മൾ ഷഹീദാകും, രക്തസാക്ഷിയാകും, അല്ലാഹുവിന് പ്രിയപ്പെട്ടവനാകും. അപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. 72 പെണ്ണുങ്ങളോ, പിന്നെ മദ്യപ്പുഴ ഒഴുകുന്നു, പിന്നെ സൈഡിൽ ടച്ചിങ്സ് ഇങ്ങനെ കൂനയായിട്ടായിട്ടിരിക്കുന്നു, എന്തോ മിക്സ്ചറോ അച്ചാറോ തൊട്ട് നക്കാനായിട്ട് ഈ മദ്യപ്പുഴയുടെ കരയിൽ അവിടെ ഇവിടെയായിട്ട് കൂനയായിട്ട് ഈ ടച്ചിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് നിതാന്തമായ സ്വർഗത്തിൽ അവിടെ പിന്നെ മരണമില്ല, ഒരിക്കൽ മരിച്ചതല്ലേ, പിന്നെ മരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മരണമില്ലാത്ത അവിടെ അങ്ങനെ സുഖമായിട്ട് കഴിയുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഏർപ്പാടാണ്. മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചാൽ മതി. പക്ഷെ മരിക്കുന്നത് ആരെങ്കിലും കൊന്നിട്ട് വേണം. ഇതാണ് പ്രിൻസിപ്പിൾ. ഇക്കാര്യത്തിൽ ഇവരെല്ലാം ഏകാഭിപ്രായക്കാരാണ്. പിന്നെ ചില്ലറ വ്യത്യാസമുണ്ട്. അതാണ് ഈ ഷിയ സുന്നി തമ്മിലുള്ള വഴക്ക് പരിപാടിയൊക്കെ. ഏതായാലും പാകിസ്ഥാൻ കിടക്കപ്പുറതിയില്ലാതെ തെക്ക് വടക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ ഷിയാക്കൾ പട്ടാളത്തിലുണ്ടല്ലോ, പാകിസ്ഥാൻ്റെ പട്ടാളത്തിൽ, ആ പട്ടാളത്തിൽ ഒരു റിവോൾട്ട്, ആ റിവോൾട്ട് നടന്നെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. പക്ഷേ നടക്കാനാണ് സാധ്യത.
കാരണം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു 30% ഷിയ ജനറൽസാണ്. അവർ വെറുതെ ഇരിക്കുക. അവരുടെ തമ്പുരാനല്ലേ കൊന്നിരിക്കുന്നത്. ഈ നമ്മുടെ അലി ഖമനി ഷിയാക്കളുടെ ആത്മീയ നേതാവാണ് പോലും. ഞാനിപ്പോഴും അറിയുന്നത്. ഇതിപ്പോൾ ഇയാളെങ്ങനെ ആത്മീയ നേതാവായത്? അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി അങ്ങ് പ്രഖ്യാപിച്ചു, ലോകത്തിലെ സകല ഷിയാക്കളുടെയും ആധ്യാത്മിക നേതാവ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവർ കൈയടിച്ചു. എന്താ അവിടെ കൈയടി ശബ്ദം കേൾക്കുന്നതെന്ന് പാകിസ്ഥാനിലെ ഷിയാക്കൾ ചോദിച്ചാൽ അത് ഇന്ന മാതിരിയാണ്, പുള്ളി സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ അവർ കൈയടിച്ചു. അപ്പം ഇന്ത്യയിലുള്ള ഷിയാക്കൾ എന്താ ഒരു കൈയടി ശബ്ദം പാകിസ്ഥാനിൽ? അല്ല, അത് മറ്റേ ഖമനൈ നമ്മളുടെ ആധ്യാത്മിക ആചാര്യനായിട്ട് സ്വയം പ്രഖ്യാപിച്ചോ എന്നാൽ ശരി സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഇവരും കൈയടിച്ചു. ഇങ്ങനെ ഈ ആയത്തുള്ള അലി ഖമനൈ ആധ്യാത്മിക നേതാവായി ലോകത്തിലെ സകല ഷിയാക്കളുടെ. ഇപ്പൊ അങ്ങേര് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാവരും കൂടെ ഇവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. എവിടെ? കാശ്മീരിൽ, ലക്നൌവിൽ, ജോൺപൂരിൽ, ഹൈദരാബാദിൽ, അവിടെ ഇവിടെയൊക്കെ ഒറ്റയൊക്കെയുള്ള ആ ഷിയാക്കളൊക്കെ കൂടി നെഞ്ചത്തടിക്കുക, നിലവിളിക്കുക. എന്തെല്ലാമാണ്! പാകിസ്ഥാനിലെ അക്രമ പ്രവൃത്തിയൊക്കെ നടക്കുന്നു. ഇവിടെ പിന്നെ നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് ചിമുങ്ങാൻ സമ്മതിക്കില്ല. പ്രകടനമൊക്കെ നടത്തിക്കോ, നെഞ്ചത്തടിച്ചോ. ബട്ട് വേറെ ആരെങ്കിലും അമേരിക്കൻ എംബസിയോ ഉപദ്രവിക്കാനോ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് ഇവർക്കും അറിയാം. അതുകൊണ്ട് ആ വക പരിപാടിക്കൊന്നും പോയില്ല. നമ്മുടെ വൃദ്ധക്കാരായിട്ട് MA ബേബി, പിണറായി വിജയൻ ഇവരൊക്കെ ഷിയ മുസ്ലിങ്ങളെ ഇളക്കിവിടാൻ നോക്കിയാവുന്നത്ര. അവരെ ഇളകുന്നൊക്കെയുണ്ട്, ജാഥയ്ക്കൊക്കെ വരും. പക്ഷെ മറ്റു രീതിയിലുള്ള ആക്ടിവിറ്റി അത് നടക്കില്ല. ഒന്നാമത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലക്നൌവും ജോൺപൂരും ഉത്തർപ്രദേശിലാണ്. അവിടെ പ്രകടനമൊക്കെ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് വല്ല പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ പെശകാണ്. കാരണം നേരത്തെ പുള്ളിയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കവലയിൽ ബഹളം വെച്ചാൽ അടുത്ത കവലയിൽ യമരാജൻ നിൽക്കും. ഓർത്തോ? ഇതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവന്മാര് വേണ്ടാത്ത പണിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇനി പോകാൻ വല്ല ദുർബുദ്ധിയും തോന്നിക്കഴിഞ്ഞാൽ വരുന്നത് അനുഭവിക്കാതെ മാർഗമുള്ളൂ. അപ്പം ഞാൻ ഈ ഇറാൻ, പിന്നെ അമേരിക്ക, ഇസ്രായേൽ ഈ യുദ്ധം വലിയ വെടിപ്പടക്കമൊക്കെ നടക്കുമ്പോൾ അയൽവക്കത്ത് എന്ത് നടക്കുന്നു എന്ന് ഞാനൊന്ന് അന്വേഷിച്ചതാണ്. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ വാവിനേക്കാൾ കഷ്ടം 10,000 എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാൻ ആകെ അവശ്യ നിലയിലാണ്. 4 പാടും തല്ലാണ്. ഇത് കൂടാതെ അമേരിക്കയെ പ്രീതിപ്പെടുത്തുകയും വേണം, ഇറാനെ പൊക്കി പറയുകയും വേണം. അമേരിക്കയെ പ്രീതിപ്പെടുത്തിയാലേ 10 കാശ് കിട്ടുള്ളൂ. IMF-ൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു. പിന്നെ ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അടുത്ത ലോൺ എടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്താണ് പാകിസ്ഥാൻ ജീവിച്ചു പോകുന്നത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ ഹാപ്പിയാക്കി നിർത്തണം, ഇറാനെ ഹാപ്പിയാക്കി നിർത്തണം. ഇറാനെ എന്തിനെ ഹാപ്പിയാക്കി നിർത്തണം? ഇവിടെയുള്ള ഷിയാക്കളുടെ ബഹളം അത് ഒതുക്കാനായിട്ട് ഇറാനെ പുകഴ്ത്തി പറഞ്ഞ രക്ഷയുള്ളൂ. കയ്യിലാണെങ്കിൽ ആറ്റം ബോംബ് കൊണ്ട്. ഈ ആറ്റം ബോംബ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുകയില്ലല്ലോ. ആറ്റം ബോംബ് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. അത് പൊട്ടിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. അത് പൊട്ടിക്കുന്നതിന് മുമ്പ്, പൊട്ടിക്കാൻ ആലോചിക്കുന്നതിന് മുമ്പ് അവനെ തട്ടിക്കളയും. ഈ ഷഡ്ഗവ്യത്തിലാണ് നമ്മുടെ പാകിസ്ഥാൻ നിൽക്കുന്നത്. ഒന്നോർത്താൽ കഷ്ടവും തോന്നും. എന്തൊരു ജീവിതം അല്ലേ? പിന്നെ ഇതൊക്കെ സ്വയംകൃതാനർത്ഥമായതുകൊണ്ട് ഒരു സഹതാപവും ഇവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ. താങ്ക് യു.